രാവിലെ വിളിച്ചവരല്ലേ, ഇരിക്കൂ. ബ്രദർ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളൂ. എന്റെ കൗൺസിലിംഗ് മൂലം ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും രക്ഷപ്പെടും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മക്കളെ, നിങ്ങളുടെ പ്രതീക്ഷ കൈവിടണ്ട. ഞാൻ നിങ്ങളെ രക്ഷിക്കും. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എനിക്ക് ജീവിതം തന്നെ വെറുത്തു. മക്കളെ, ഇതുവരെയായിട്ട് നിങ്ങൾ കാരണം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഭാര്യ എന്ന നിലയിൽ രണ്ടുപേരുടെ അമ്മ എന്ന നിലയിൽ ഇത് പറയാൻ എനിക്ക് നല്ല ലജ്ജയുണ്ട് ബ്രദർ. ബുദ്ധിമുട്ടാണേ താൻ പറയൂ. ഒരു പുരുഷൻ എന്ന നിലയിൽ എനിക്കും പറയാൻ ലജ്ജയുണ്ട്. നിങ്ങൾ രണ്ടുപേരും പറയുന്നില്ലെങ്കിൽ എവിടുന്ന് ഞാൻ ഇതിന് പ്രായച്ചിത്തം കണ്ടുപിടിക്കാനാ? എനിക്ക് പറയണമെന്നുണ്ട്. ഒരു പുരുഷന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ പറയാനാ? എന്താ വല്ല പരസ്ത്രീ ബന്ധമുണ്ടോ? അയ്യോ, അതൊന്നുമില്ല. പിന്നെന്താ, വല്ല കഞ്ചാവോ മയക്കുമരുന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതൊക്കെ ആയിരുന്നു മാറ്റിയെടുക്കാൻ. ഇത് കിടന്നു മുള്ളുവാ നീ. അയ്യേ, കിടന്നു മുള്ളുന്നോ? കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാ. രാവിലെ അറബിക്കടൽ കിടക്കുന്ന പോലെ. അറബിക്കടലോ? ധാരാളം തന്നെ. തനിക്ക് ഇതിനെ പറ്റി ഒന്നും പറയാനുള്ളോ? എങ്ങനെയാണെന്നറിയില്ല. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോ ആ ഒഴുക്കിനങ്ങ് പോവാ. ഇതിനൊരൊറ്റ പരിഹാരമുള്ളൂ. ലീക്കേജിൽ നിന്റെ ശയ്ക്കും നല്ല ഉറക്കം കിട്ടും. മാമി പൊക്കോ പാൻസ് അതിടി ചങ്കെടുത്തുക. സുഖനിദ്ര, ശുഭനിദ്ര.